തിരുവനന്തപുരം മട്ടക്കുളങ്ങരയിൽ സർക്കാർ സ്കൂൾ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ഗുരുതര ആരോപണവുമായി മേയർ വി രാജേഷ് രംഗത്ത്. കഴിഞ്ഞ വർഷം 3 കോടി മുടക്കി അറ്റകുറ്റപ്പണി നടത്തിയ കെട്ടിടമാണ് തകർന്നു വീണത്. സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല എന്ന വിമർശനവും ഉയർത്തിയിട്ടുണ്ട്. ജിബിൻ JB തിരുവനന്തപുരത്ത് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ജിബിൻ, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. സ്കൂൾ സമയമല്ലാത്തതിനാലാണ് വലിയ ദുരന്തം അവിടെ സംഭവിക്കാതെ പോയത്. എന്തായാലും ഇപ്പോഴുള്ള പുതിയ വിമർശനം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയമായി കൂടി കാണേണ്ടതുണ്ട്. നിലവിലെ തിരുവനന്തപുരം മേയറാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഈ സ്കൂൾ കെട്ടിടം അതെങ്ങനെ ഇത്രനാൾ പ്രവർത്തിച്ചു എന്നത് സുപ്രധാനമായ ചോദ്യമാണല്ലോ. അത് തന്നെയാണ് കാരണം ഈ അട്ടക്കുളങ്ങര സെൻട്രൽ ഹൈസ്കൂളിന്റെ കെട്ടിടം അത് 2025 7 മാസത്തിലാണ് നവീകരിച്ചത്. 3 കോടി രൂപ മുടക്കി നവീകരിച്ച കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം പൂർണ്ണമായി ഒടുങ്ങി വീഴുകയും തകർന്നു വീഴുകയും ചെയ്ത്. ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർത്തിയത്. കാരണം ഈ സ്കൂൾ കെട്ടിടം പ്രവർത്തിച്ചിരുന്നത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തത്. അത് തന്നെയാണ് കാരണം ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. അവിടെയാണ് ഈ സർവ്വശിക്ഷ അഭിയാന്റെ ഓഫീസ് കെട്ടിടം പോലും പ്രവർത്തിച്ചത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സ്കൂളിന്റെ മതിലിന് മുന്നിലാണ്. ഇതിന്റെ മതിലെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പാണ്, കാത്തിരിപ്പ് കേന്ദ്രമാണ്. കുറച്ച് നേരം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ ബസ് കയറുന്നതിനെ കാത്തിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഈ സ്കൂൾ കെട്ടിടത്തിന്റെ മതിലെന്ന് പറയുന്നത്. ഈ മതിലിന്റെ അവസ്ഥ കൂടി നമുക്കൊന്ന് കാരണം സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണിട്ട് പോലും ഈ മതിലിന്റെ അവസ്ഥ കാണാം. കാരണം പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്, ഏത് നിമിഷം വേണമെങ്കിലും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ഈ സ്കൂൾ കെട്ടിടത്തിന്റെ മതിൽ പോലും ഉള്ളതെന്നുള്ളതാണ്. ഈ മതിലിന്റെ ഓരോ ഭാഗവും ഇങ്ങനെ വിണ്ടു കീറിയിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ മാത്രം കാര്യമല്ല, ഈ മതിലിന്റെ മറ്റ് വശങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. കാരണം ഇത് സ്കൂൾ കുട്ടികളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, ഇതിന്റെ തൊട്ട് ഫ്രണ്ടിലായി കാത്തിരിപ്പ് കേന്ദ്രം കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈസ്റ്റ് ഫോർട്ടിലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് പല സ്ഥലങ്ങളിലേക്കും പോകാനായി എത്തുന്ന ആളുകൾ കാത്തിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്, വലിയ തിരക്കുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ സ്കൂളിന്റെ മതിൽ ഏറ്റവും വലിയ അപകടാവസ്ഥയിൽ ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ തകർന്നു വീഴാറായ മതിലിന് പെയിന്റ് അടുപ്പിച്ച് മോടി കൂട്ടി വെച്ചിരിക്കുകയാണ്. അല്ലാതെ ഈ അറ്റകുറ്റപ്പണികൾ ചെയ്യാതെയാണ് ഇത്തരത്തിൽ പെയിന്റ് അടിച്ചിരിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ സ്കൂൾ കെട്ടിടത്തിൽ കണ്ടത് ഇതേ സാഹചര്യം തന്നെയാണ്. കാരണം തകർന്നു വീഴാറായ ഒരു സ്കൂൾ കെട്ടിടം, അത് ഏകദേശം 6 മാസം മുൻപ് 3 കോടി രൂപ മുടക്കി അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നു. പക്ഷേ അതും ചെയ്തിരിക്കുന്നത് ഇതുപോലെ മോടി പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം പുറമേ ഒരു മോടി പിടിപ്പിക്കുക മാത്രമാണ് ഇവിടെ നടക്കുകയും ചെയ്തിട്ടുള്ളത്. ചേട്ടാ, കഴിഞ്ഞ ദിവസം ഈ സ്കൂളിന്റെ കെട്ടിടമാണ് തകർന്നു വീണത്. നിങ്ങളിപ്പോൾ ഇവിടെ ബസ് കാത്തിരിക്കുകയാണ്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ തൊട്ട് പിറകിലെ ഈ സ്കൂൾ കെട്ടിടത്തിന്റെ മതിലും ഏത് നിമിഷം പൊളിഞ്ഞു വീഴാറായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം സുരക്ഷിതമാണോ ഇത്? ഒരിക്കലും സുരക്ഷിതമല്ല. എത്രയും പെട്ടെന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. സ്കൂൾ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ പഠിക്കുന്ന ഒരു സ്കൂളാണ്, സർക്കാർ സ്കൂളാണ്. അതിന്റെ കെട്ടിടം കുട്ടികളെയും അതുപോലെ നിങ്ങളെ യാത്രക്കാരെയും ബാധിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആ കവറേജ് കൂടെ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മതി, അവർ ചെയ്യുമോ? പ്രചോദനം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ വലിയ അപകടം ഉണ്ടായപ്പോൾ സ്കൂൾ കെട്ടിടത്തിന്റെ അവിടെ ക്ലാസ് മുറികൾ പ്രവർത്തിച്ചിരുന്നില്ല എങ്കിൽ പോലും തൊട്ടടുത്തുള്ളത് ക്ലാസ് മുറികളാണ്. തകർന്നു വീണ കെട്ടിടം എന്ന് പറയുന്നത് സർവ്വശിക്ഷ അഭിയാന്റെ ഓഫീസ് പ്രവർത്തകമാണ്. പക്ഷേ ആ സമാന കെട്ടിടം തന്നെയാണ് ഈ സ്കൂളിന്റെ പല ഭാഗങ്ങളിലുള്ളത്. ഇതേ കാലപ്പഴക്കം തന്നെ അതിന്റെ സ്കൂൾ കെട്ടിടത്തിന് ഉള്ളതാണ്. സമീപ അവസ്ഥ, അതായത് കഴിഞ്ഞ ദിവസം ഈ അപകടം ഉണ്ടായത് സ്കൂൾ സമയം കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് വലിയ ഒരു അപകടം ഒഴിവായതും ആളപായം ഉണ്ടാവാതിരുന്നതും. കാരണം കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ പഠിക്കുന്ന ഒരു സ്കൂളാണ്, അട്ടക്കുളങ്ങരയിലെ സെൻട്രൽ സ്കൂളാണ്. അതുകൊണ്ട് തന്നെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒട്ടനവധി രക്ഷിതാക്കൾ വിശ്വസിച്ച് കുട്ടികളെ ഇങ്ങോട്ടേക്ക് അയക്കുന്നതാണ്. അവിടെയാണ് ഇത്രയും വലിയൊരു അപകടം തലനാഴികയ്ക്ക് ഒഴിവാക്കുകയും ചെയ്തത്. പക്ഷേ എന്നിട്ട് പോലും ഈ സ്കൂൾ കെട്ടിടത്തിന്റെ ഇവിടുത്തെ അധികൃതരുടെ അനാസ്ഥ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണിച്ച ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം മതിൽ ആകെപ്പാട് തകർന്നിരിക്കുകയാണ്. ഏത് നിമിഷവും അത് നിലം പൊത്താവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ സ്കൂൾ കെട്ടിടത്തിന്റെ കുറച്ച് പകൽ ദൃശ്യങ്ങൾ നമ്മൾ കാണാം. ഇവിടെയൊക്കെ ക്ലാസ് റൂമുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ്. ഇതിന്റെ മറുവശത്തും അതുപോലെ തന്നെ കുട്ടികൾ ഏത് സമയത്തും ഓടി നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കാണാം, ആ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ ഓടൊക്കെ പൂർണ്ണമായി തകർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെ തൊട്ടുപിറകിലെ പുതിയൊരു കെട്ടിടമുണ്ട്. പക്ഷേ ഈ കാലപ്പഴക്കം വന്ന ഈ കെട്ടിടം എന്തുകൊണ്ടാണ് പൊളിച്ച് കളയാത്തതെന്നാണ്. കാരണം ഇത്രയും വലിയ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കെട്ടിടം. കാരണം ഇത് എങ്ങനെ പോയാലും ഒരു 10-100 വർഷത്തെ പഴക്കം ഈ കെട്ടിടത്തിന് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. പക്ഷേ ഇതിന്റെ ഈ കെട്ടിടത്തിന്റെ നവീകരിച്ച ഭാഗം ഉദ്ഘാടനം ചെയ്തതിന്റെ ബോർഡൊക്കെ ഇവിടെ വച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിൽ കാലപ്പഴക്കമുണ്ട്. ഇതിന്റെ മേൽക്കൂര ഏത് നിമിഷവും തകർന്ന് വീഴാറായ ഒരു അവസ്ഥയിലാണ്. ഇനി നമുക്ക് ഈ സ്കൂൾ കെട്ടിടത്തിന്റെ ഓഡിറ്റോറിയം, ഒരു ഓപ്പൺ സ്റ്റേജ് ഇവിടെ ഉണ്ട്, അതിന്റെ അവസ്ഥ കൂടി ഒന്ന് കാണണം. അതിന്റെയും
മേൽക്കൂര ഏത് നിമിഷവും തകർന്നു വീഴാറായ ഒരു അവസ്ഥയിലാണ് ആ സ്കൂൾ കെട്ടിടത്തിന്റെ ഓപ്പൺ സ്റ്റേജിന്റെ പോലും അവസ്ഥ. അങ്ങനെ വലിയ രീതിയിലുള്ള നിയമലംഘനങ്ങൾ ഇവിടെ നടക്കുന്നു. കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പോലും ഒരു നടപടിയില്ല. ഫിറ്റ്നസ് പോലും ഇല്ലാതെയാണ് ഈ സ്കൂൾ കെട്ടിടം പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ തന്നെ മുന്നൊരുക്കങ്ങൾ. ഒരു അധ്യയന വർഷം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് അല്ലെങ്കിൽ മധ്യവേനലവധിയുള്ള സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങളിൽ അവിടുത്തെ PTA ഒപ്പം തന്നെ ബന്ധപ്പെട്ട അധികൃതരൊക്കെ ശ്രദ്ധ ചെലുത്താറുണ്ടല്ലോ. അത് എല്ലാ സ്കൂളുകളിലും നടക്കുന്നതാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇതൊന്നും നേരത്തെ നോക്കാതിരുന്നത്? അതിൽ ഈ PTA ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടോ? നമ്മൾ അന്വേഷിച്ചപ്പോൾ അവരൊക്കെ പറയുന്ന വിശദീകരണം അല്ലെങ്കിൽ മറുപടി അതെന്താണ് ജിബിൻ? പ്രജിൻ, ഇതുമായി ബന്ധപ്പെട്ട് PTA ഭാഗത്ത് നിന്ന് ഇതുവരെയും ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോടിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരിക്കുന്നത് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ നിലവിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഷംസുദ്ദീനും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷുമാണ്. അതിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്കൂളിലെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. 3 കോടി രൂപ മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തിയ കെട്ടിടമാണ്. അന്ന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിശദീകരണമാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ ആ സ്കൂളിന്റെ ഫിറ്റ്നസ് നമ്മൾ കണ്ടതാണ്. കാരണം ഈ അക്കാഡമിക് ഇയറിൽ അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. അത് അനുവദിക്കുന്ന കോർപ്പറേഷൻ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 3 കോടി രൂപ മുടക്കി നവീകരിച്ച ഒരു കെട്ടിടം, ആ കെട്ടിടം തകർന്നു വീഴുന്നു. അതിന്റെ അവസ്ഥ, അതായത് വെറും 6 മാസം മുൻപ് മാത്രമാണ് ഈ 3 കോടി രൂപ മുടക്കി നവീകരിച്ചത്. നമുക്ക് ആ കെട്ടിടത്തിന്റെ, അതായത് കഴിഞ്ഞ ദിവസം ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു വീണ കെട്ടിടത്തിന്റെ ഒരു വശം നമുക്ക് കാണാം. നേരത്തെ ഈ കെട്ടിടത്തിന്റെ മുൻവശമാണ് നമ്മൾ അവിടെ നിന്ന് കാണിച്ചത്. പക്ഷേ അതിന്റെ പുറകുവശത്തെ അവസ്ഥയാണ് ഈ കാണുകയും ചെയ്യുന്നത്. കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നിരിക്കുന്നു. ഇത് നമുക്ക് ക്യാമറ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫലകം ഇരിപ്പുണ്ട്. കാരണം അറ്റകുറ്റപ്പണികൾ നടത്തിയതിൻ്റെ ഒരു ഫലകം ഇരിപ്പുണ്ട്. അതൊന്ന് കാണാം. കാരണം 2025 7 മാസമാണ് സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ കെട്ടിടം നവീകരിച്ച് ജില്ലാ പ്രോജക്റ്റ് ഓഫീസർ ആ ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അവിടെ അധ്യക്ഷനായി മുൻ MLA തിരുവനന്തപുരം MLA ആന്റണി രാജുവിന്റെ അധ്യക്ഷതയുണ്ടായിരുന്നു. ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ്. കാരണം 6 മാസം മുൻപ് 3 കോടി രൂപ മുടക്കി നവീകരിച്ച കെട്ടിടം. ഇവിടെ കാണുന്നത് പോലെ ഈ പെയിന്റ് അടിച്ച് നവീകരിച്ചതല്ലാതെ മറ്റ് മാറ്റങ്ങളൊന്നും ഈ കെട്ടിടത്തിന് വന്നിട്ടില്ല. ഇവിടുത്തെ സുരക്ഷയ്ക്ക് വേണ്ടി പണം മുടക്കിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതിന്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാലപ്പഴക്കം ചെന്ന തടികളാണ്. അതൊന്നും തന്നെ മാറ്റിയിട്ടില്ല. കാരണം ഓട് മാറ്റിയിട്ടുണ്ട്, പക്ഷേ ഓടിന്റെ അടിഭാഗം, ഓടിനെ താങ്ങായിരിക്കുന്ന തടികളൊന്നും തന്നെ മാറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ എല്ലാം പെയിന്റ് അടിച്ച് മൂടി പിടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ അത് തൽസ്ഥിതി തുടരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇവിടെ ഓഫീസ് മുറികൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം വ്യക്തവുമാണ്. പ്രജിൻ, ജിബിൻ JB ആണ് വിശദാംശങ്ങൾ നൽകിയത്. അവിടെ ആ കെട്ടിടങ്ങൾ തകർന്നു വീണു, ഒരു ഭാഗം തകർന്നു വീണു എന്നുള്ളത് മാത്രമല്ല, അവിടെ പല മേൽക്കൂരകളും അത്തരത്തിൽ കാലപ്പഴക്കം ചെയ്യുന്നതാണെന്ന് നമ്മുടെ ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. മാത്രമല്ല, നേരത്തെ കണ്ട മതിൽ അത് വലിയ അപകട ഭീതി ഉയർത്തുന്നുണ്ട്. അവിടെ സ്കൂളിലേക്ക് മാത്രമല്ല, തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലടക്കം അത് ഒരുപക്ഷെ ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ വലിയ അപകടം ഉണ്ടാക്കും എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ നമ്മുടെ സ്ക്രീനിലൂടെ നേരിട്ട് കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.